ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് കക്ക ഇറച്ചി തോരൻ വെക്കാം കേട്ടോ. കുറച്ച് കുഞ്ഞ് കക്ക ഇറച്ചി കിട്ടിയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു അങ്ങ് തോരൻ വെക്കാമെന്ന്. അതിനായിട്ട് ഞാൻ ആദ്യം കക്ക ഇറച്ചി ഒരു 10-15 തവണ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. മണ്ണുണ്ടാകും, അതുകൊണ്ടാണ് നമ്മളൊരു 10-15 തവണയെങ്കിലും നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കേണ്ടത്. പിന്നെ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കണം കേട്ടോ. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് സവോള നമ്മൾ ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് കക്ക ഇറച്ചി കഴിക്കുമ്പോൾ ചിലർക്ക് വയറുവേദന ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇത് ചേർക്കുന്നതോടെ ഇല്ലാതാവും കേട്ടോ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ ഈ ഒരു മിക്സ് നമ്മൾ നന്നായിട്ട് ഞെരടി വെക്കുന്നുണ്ട് കേട്ടോ. കൈകൊണ്ട് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ച് വെക്കുക. അങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ ഒരു മിക്സ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റോളം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. ജീരകവും പിന്നെ കറിവേപ്പിലയുമാണ് ചേർത്ത് പൊട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് അതിനകത്തോട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിങ്ങനെ ഒരു 1-2 മിനിറ്റോളം നമുക്ക് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഈ ഒരു കാര്യം അടച്ച് വെക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് നല്ല വേവാവുന്നത് വരെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക തന്നെ വേണം. പിന്നെ ആ ഒരു ടൈമിന് ഞാൻ നമ്മുടെ ഇടികല്ലിൽ കുറച്ച് ഏലക്ക, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് എന്നിവ ഒരുവിധം ഒരു ചെറിയ ഇതിൽ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ കക്ക ഇറച്ചിയിലോട്ട് ചേർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ കക്ക ഇറച്ചിക്ക് നല്ല സ്വാദുണ്ടാകും. അപ്പോൾ ഞാനത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. പിന്നെ ഇതൊരുവിധം പരുവായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.